എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാലഞ്ചസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് LM ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ LMൻ്റെ ഒരു വീഡിയോ തന്നെ ചെയ്തിരുന്നു. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, എന്തൊക്കെയാണ് ടൈപ്പുകളുള്ളത്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽസും, ബിഹൈൻഡ് എന്തൊക്കെയാണ്, വൈ എന്നുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് വേർഷനാണ് ഡിസ്കസ് ചെയ്തതെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ യൂസ് ചെയ്യുന്ന അതായത് ലാംഗ്വേജ് മോഡൽസ്, അതിന് ചില ചലഞ്ചസും ലിമിറ്റേഷൻസും കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചാലഞ്ചസ് വരുന്നത്. നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന നമ്മളുടെ മോഡേൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വളരെയധികം ഒരു കോർ ടെക്നോളജി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഈ LM അല്ലെങ്കിൽ ലാംഗ്വേജ് മോഡൽ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴും അത് ചില സിഗ്നിഫിക്കൻറ്റ് ചാലഞ്ചസും ലിമിറ്റേഷൻസും ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. അതിന് നമുക്ക് ടെക്നിക്കൽ, എത്തിക്കൽ, പ്രാക്ടിക്കൽ എന്നുള്ള രീതിയിൽ പല ടൈപ്പിലുള്ള ഇഷ്യൂസായിട്ട് കാറ്റഗറൈസ് ചെയ്ത് നോക്കാം. വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ കാര്യം അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റീസണിങ് ആണ്. അതായത് എന്തൊക്കെയായാലും ഇതിനകത്ത് പലപ്പോഴും നമുക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ലാക്ക് ഓഫ് ട്രൂ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളൊരു പ്രശ്നം വരാറുണ്ട്. നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യുന്ന ആ ടെക്സ്റ്റ് ബേസിലാണ് അത് കണ്ടൻറ്റ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്, അല്ലാതെ അതിനൊരു മീനിങ് ഗ്രാസ്പ് ചെയ്തുകൊണ്ടോ അതല്ലാതെ അതിൻ്റെ ഒരു ഇന്നർ മീനിങ് മനസ്സിലാക്കിക്കൊണ്ടോ അല്ല. ഇതാണ് വെറും ഒരു സിസ്റ്റമാണ് അല്ലെങ്കിൽ ഒരു മെഷീനാണ്. അപ്പോൾ ഒരിക്കലും അതിന് മീനിങ് ഒന്നും ഗ്രാസ്പ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ കൊടുക്കുന്ന ആ ലെറ്റേഴ്സിൻ്റെ പാറ്റേണിൻ്റെ ബേസിലാണ് അത് ടെക്സ്റ്റ് അല്ലെങ്കിൽ റിസൾട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫ്ലുവൻ്റ് ആയിട്ടൊക്കെ ചിലപ്പോൾ ജനറേറ്റ് ചെയ്യുമായിരിക്കും, പക്ഷേ പലപ്പോഴും ഇൻകറക്റ്റ് ആവുന്ന കേസുകൾ നോൺ സെൻസ് ആൻസർ ആയിട്ടൊക്കെ മാറാറുണ്ട്. അത് നമുക്ക് ഹലൂസിനേഷൻസ് എന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് വീക്ക് ലോജിക്കൽ റീസണിങ് ആണ്. അപ്പോൾ ഇതിനകത്ത് റീസണിങ് പോസിബിൾ ആണെങ്കിൽ പോലും പല കേസിലും ഒരു മൾട്ടി സ്റ്റെപ്പ് ലോജിക്കൽ ചെയിനൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ സ്ട്രഗ്ലിങ് വരാറുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വരുന്ന കേസുകളിൽ ടാസ്ക് പെർഫോം ചെയ്യുന്നതിൽ ഫെയിലിംഗ് ആവാറുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും മൈനർ പ്രോംപ്റ്റ് ചേഞ്ചസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മിസ്ലീഡ് ആവുന്ന കേസുകളും വരാറുണ്ട്. അപ്പോൾ അത്തരം റീസണിങ് ഇഷ്യൂസും ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. പിന്നെ വരുന്നത് ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള ലിമിറ്റേഷൻസ് ആണ്. അതായത് നമ്മൾ ഡാറ്റ ട്രെയിൻ ചെയ്തെടുക്കുമ്പോൾ അപ്പോഴും ബയാസ് ഇഷ്യൂസ് വരാറുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ മോഡൽസ് ലേൺ ചെയ്യുന്നത് ഹ്യൂമൻ ജനറേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ്, അതേപോലെ എന്തെങ്കിലും ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ബയാസസിൽ നിന്നൊക്കെ ആയിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ ജെൻഡറിൻ്റെ ബേസിലായിരിക്കും, റേസ് ബേസിലായിരിക്കും, കൾച്ചർ ബേസിലായിരിക്കും, പൊളിറ്റിക്കൽ ബേസിലൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ പലപ്പോഴും അതിൻ്റെ ബേസിൽ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ ഓക്കെ, അതിൻ്റെ ബേസിലുള്ള റിസൾട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോഴെങ്കിലും അൺഫെയർ ആവാനും ഹാംഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടായിട്ട് മാറാനൊക്കെ ചാൻസസ് ഉണ്ട്. പിന്നെ വരുന്നത് ഔട്ട്ഡേറ്റഡ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് നോളജാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് മോഡൽസൊക്കെ ആയാൽ പോലും പലപ്പോഴും ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള നോളജുകൾ വരാറുണ്ട്. റീസെൻറ്റ് ഇവൻറ്റുകളൊക്കെ മിസ് ചെയ്യുന്ന കേസുകൾ, ഇപ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അതവർ മിസ് ചെയ്തോ എന്നുള്ളത്, ചില ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ അത്രയും ഇഷ്യൂസൊക്കെ വരാറുണ്ട്. പക്ഷേ നമ്മളതൊക്കെ മെയിൻ ചെയ്യാതിരിക്കുന്നത് അപ്പുറത്ത് നമുക്കതിൻ്റെ അഡ്വാൻറ്റേജ് അത്രയും അധികമാണ് എന്നുള്ളത് കൊണ്ടാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും ട്രെയിനിങ് കോഴ്സ് നടത്തുമ്പോൾ എറേഴ്സ് വരും. അതേപോലെ തന്നെ ചില കോമൺ ഇൻ്റർനെറ്റ് പാറ്റേണിലേക്ക് ഓവർ ഫിറ്റായി പോകുന്ന കേസുകളൊക്കെ സംഭവിക്കാറുണ്ട്. അതൊക്കെ നമ്മളുടെ LMൻ്റെ അല്ലെങ്കിൽ ലാംഗ്വേജ് മോഡൽസിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. പിന്നെ വരുന്നത് ജനറലൈസേഷൻ ആൻഡ് ഡൊമെയിൻ എക്സ്പെർട്ടൈസ് ആണ്. ഇതിനകത്ത് പലപ്പോഴും ലിമിറ്റഡ് ആയിട്ടുള്ള ഡൊമെയിൻ അക്യുറസി എന്നുള്ള ഒരു പ്രശ്നം വരാറുണ്ട്. അതായത് ഒരു എക്സ്പേർട്ട് നോളജിൻ്റെ ആവശ്യമുള്ള സമയത്ത്, ഇപ്പോൾ മെഡിക്കൽ ആയിക്കോട്ടെ, ലോ, ഫിനാൻസ്, ഏത് കേസിലും ആയിക്കോട്ടെ, അതിനകത്തൊക്കെ കുറച്ച് റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന പോലെ നമ്മൾ കാണാറുണ്ട്. അതേപോലെ ഓവർ സിംപ്ലിഫൈഡ് ചെയ്ത് പോകാറുണ്ട്, ഓവർ കോംപ്ലിക്കേഷൻസും വരാറുണ്ട്. ഇപ്പോൾ നമുക്ക് ചെറിയ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ പോലെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് സെർച്ച് ഡ്രൈവിൽ ചോദിച്ചു കഴിഞ്ഞാൽ, സെർച്ച് എഞ്ചിനിൽ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചർ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ മുന്നിലേക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാറുണ്ട്. ഒരിക്കലും നമ്മൾ കരുതുന്ന ലെവലിൽ പലപ്പോഴും ആയി മാറാറില്ല. പിന്നെ അതോറിറ്റേറ്റീവ് സോഴ്സസിൽ നിന്ന് ആക്സസ് ചെയ്യുന്നത് പലപ്പോഴും ഫെയിലായി പോകുന്ന കേസുകൾ, അതേപോലെ തന്നെ സിമിലർ കോൺസെപ്റ്റുകൾ കൺഫ്യൂസ് ആവുന്ന കേസുകളൊക്കെ വരാറുണ്ട്. പിന്നെ പറയുന്ന പ്രശ്നം ഡിഫിക്കൽട്ടി വിത്ത് സ്പെഷ്യലൈസ്ഡ് ടാസ്ക്കാണ്. ഇപ്പോൾ മാത്ത് കാൽക്കുലേഷൻസ് പ്രിസൈസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ സിംബോളിക് റീസൺസ്, അതേപോലെ തന്നെ ഒരു എക്സ്റ്റേണൽ വേൾഡ് ഗ്രൗണ്ടിങ് ചെയ്യുന്ന കേസുകൾ, അവിടെയൊക്കെ പലപ്പോഴും ഒരു ഡിഫിക്കൽട്ടി ഇത്തരം ലാംഗ്വേജ് മോഡൽസിന് വരാറുണ്ട്. പിന്നെ അടുത്തത് ഇൻ്ററാക്ഷൻസ് ആൻഡ് സേഫ്റ്റി ചാലഞ്ചസ് ആണ്.
അപ്പോൾ പലപ്പോഴും നമ്മളുടെ സേഫ്റ്റി റൂൾസിനെ ബൈപ്പാസ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാറുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി അൺസേഫ് ആയിട്ടുള്ള കണ്ടൻറ്റ്, ഹാംഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റൊക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്കൊരു ചാലഞ്ചായി മാറുന്ന കേസുകൾ ഉണ്ടാവുകയാണ്. ഇത് നമ്മൾ ജയിൽ ബ്രേക്കിംഗ് എന്നാണ് പറയുക. അതായത് നിയന്ത്രണം കയ്യിൽ നിന്ന് പോകുന്ന രീതിയിൽ പല കണ്ടൻറ്റിലേക്കും എത്തുക, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പിന്നെ ആംബിഗിറ്റി ഹാൻഡ്ലിംഗ് ആണ്. അതായത് ചില പ്രോംപ്റ്റുകൾ മിസ്ഇൻറ്ററപ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കരുതുന്ന രീതിയിൽ അതിനെ ഒന്ന് ആൻസർ ചെയ്യുന്ന രീതിയിലൊന്നും എന്താ പറയാൻ പറ്റുക, ഹാൻഡിൽ ചെയ്യാൻ കഴിയാറില്ല. പിന്നെ വരുന്നത് കമ്പ്യൂട്ടേഷണൽ ആൻഡ് എൻവിറോൺമെൻറ്റൽ കോസ്റ്റാണ്. ഇപ്പോൾ റിസോഴ്സ് യൂസേജ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ക്ലസ്റ്റേഴ്സിൻ്റെ ആവശ്യമാണ്. മാസീവ് GPU ക്ലസ്റ്റേഴ്സ് ആവശ്യമാണ്. അതേപോലെ ഇലക്ട്രിസിറ്റി കൺസംഷൻ വളരെ കൂടുതലാണ്. പിന്നെ എക്സ്പെൻസീവ് ഇൻഫ്രാസ്ട്രക്ചറാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്കേലബിലിറ്റി ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ബിഗ്ഗർ മോഡൽസിനകത്ത് പ്രൊപ്പോർഷണലി ഒരു ബെറ്റർ റിസൾട്ട് കിട്ടാത്ത കേസുകളും വരാറുണ്ട്. പിന്നെ വരുന്നത് ലാക്ക് ഓഫ് റിയൽ വേൾഡ് ഗ്രൗണ്ടിങ് ആണ്. ഇതിനകത്തൊരു ഡയറക്റ്റ് പെർസെപ്ഷൻ ഇല്ല. അത് വലിയൊരു പ്രശ്നമാണ്. അതായത് ഒന്ന് കാണുകയോ കേൾക്കുകയോ എക്സ്പീരിയൻസ് ചെയ്യുകയോ ഈ ലോകത്ത് ചെയ്യാതെയാണ് ഇതൊക്കെ റിസൾട്ട് തരുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ജസ്റ്റ് ടെക്സ്റ്റ് ബേസിലാണല്ലോ നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. പിന്നെ റിയൽ വേൾഡ് കാഷ്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും ഇതിനകത്തില്ല. അതൊക്കെ ഇതിൻ്റെ ഒരു ചാലഞ്ചാണ്. പിന്നെ നോ പെർസിസ്റ്റൻറ്റ് മെമ്മറി. ഇതിനകത്ത് എക്സ്പ്ലിസിറ്റ്ലി ഡിസൈൻ ചെയ്താൽ മാത്രമേ മെമ്മറി ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ പ്രീവിയസ് ആയിട്ട് പാസ്റ്റ് ഇൻട്രാക്ഷൻസ് എന്തൊക്കെയായിരുന്നു എന്നൊന്ന് റീകോൾ ചെയ്താൽ പലപ്പോഴും കിട്ടില്ല. പക്ഷേ ഒരു മെമ്മറി സിസ്റ്റം ഓഗ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോസിബിൾ ആകും കേട്ടോ. പിന്നെ എത്തിക്കൽ ആൻഡ് സോഷ്യൽ കൺസേൺസ് ആണ്. അതായത് മിസ്ഇൻഫർമേഷൻ റിസ്കുകൾ വരാറുണ്ട്. പലപ്പോഴും മിസ്ഇൻഫർമേഷൻസൊക്കെ കൺവിൻസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഫേക്ക് സിറ്റേഷൻസ് ഉണ്ടാകാറുണ്ട്. പിന്നെ ഫാബ്രിക്കേറ്റഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പലപ്പോഴും നമ്മൾ ഇത്തരം കേസുകൾ കാണാറുണ്ട്. പിന്നെ പ്രൈവസി ഇഷ്യൂസ് ഉണ്ട്. അത് പേഴ്സണൽ ഇൻഫർമേഷൻ്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്. സെൻസിറ്റീവ് കണ്ടൻറ്റ് ലീക്കായി പോകുന്ന ഇഷ്യൂസൊക്കെ വരാറുണ്ട്. പിന്നെ ജോബിലും ക്രിയേറ്റിവിറ്റിയിലും എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്? ഓട്ടോമേഷൻ നടക്കുകയാണ്. എല്ലാ റൈറ്റിംഗ് എഡിറ്റിംഗ് ടാസ്കുകളൊക്കെ ഓട്ടോമേഷൻ നടക്കുന്നു. അതേപോലെ തന്നെ ക്രിയേറ്റീവ് ഫീൽഡുകളൊക്കെ ഡിസ്പ്ലേസ്ഡ് ആവുന്നു. അതേപോലെ തന്നെ ഒരു AI ഗവേണൻസ് ഫ്രെയിം വർക്കുകൾ ആവശ്യമായി വരുന്നു. ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ എന്താണ് ജോബിലും ക്രിയേറ്റിവിറ്റിയിലൊക്കെ വല്ലാത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇത്രയാണ് ലാംഗ്വേജ് മോഡൽസിൻ്റെ ചലഞ്ചസ് ആൻഡ് ലിമിറ്റേഷൻസ് വരുന്നത്. എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റീസണിങ് ലിമിറ്റേഷൻ ആണ്. പിന്നെ വരുന്നത് ഡാറ്റ റിലേറ്റഡ് ലിമിറ്റേഷൻ. പിന്നെ വരുന്നത് ജനറലൈസേഷൻ ആൻഡ് ഡൊമെയിൻ എക്സ്പെർട്ടൈസ്. പിന്നെ വരുന്നത് ഡിഫിക്കൽറ്റി വിത്ത് സ്പെഷ്യലൈസ്ഡ് ടാസ്ക്. പിന്നെ ഇൻറ്ററാക്ഷൻ ആൻഡ് സേഫ്റ്റി ചാലഞ്ചസ്. പിന്നെ കമ്പ്യൂട്ടേഷണൽ ആൻഡ് എൻവിറോൺമെൻറ്റൽ കോസ്റ്റ്. പിന്നെ ലാക്ക് ഓഫ് റിയൽ വേൾഡ് ഗ്രൗണ്ടിങ്, എത്തിക്കൽ ആൻഡ് സോഷ്യൽ കൺസേൺസ്. ഇത്രയാണ് നമുക്ക് ലിമിറ്റേഷൻസ് ആയിട്ട് കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ പറഞ്ഞ കോൺസെപ്റ്റൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എസ്സേക്കൊക്കെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആദ്യം നിങ്ങൾ ലാംഗ്വേജ് മോഡൽസ് എന്താണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ചാലഞ്ചസ് ആൻഡ് ലിമിറ്റേഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കോൺസെപ്റ്റൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.